കാസർഗോഡ് പ്രധാനാധ്യാപകന്റെ മർദ്ദനമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു. കാസർഗോഡ് കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെയാണ് പ്രധാനാധ്യാപകൻ അശോകൻ മർദ്ദിച്ചത്. വേദനയുണ്ട്, ഇന്നലെ രാത്രിയിലുണ്ടായിന്. അടഞ്ഞിട്ടുണ്ട് ചെവി, കേൾവി കുറവെന്ന് പറയുന്നത് ഡോക്ടർ. മാഷ് ഞാൻ മണ്ണ് നീക്കുന്നുണ്ടായിരുന്നു, ചാറിയിട്ടാ കാല് സ്ലിപ്പായിട്ടാകുമ്പോൾ. അപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല എന്ത് ആക്കിയെന്ന് ചോദിച്ചിട്ടാ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഷോൾഡർ പിടിച്ച് വലിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് തയ്ച്ചു. മാഷ് എന്നിട്ട് കൊണ്ടുപോയിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. അപ്പോഴൊക്കെ പോലീസുകാർ വന്നു. പോലീസുകാർ പുറത്തുനിന്നോ ആവശ്യത്തിന് വന്നിട്ട് അമ്മ പോലീസുകാരോട് പറഞ്ഞു ഓൻ തല ഇറങ്ങിയിട്ട് വീണ് എന്ന് പറഞ്ഞു. കേസ് ഒതുക്കി തീർക്കാൻ അധ്യാപകർ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് കുട്ടിയുടെ മാതാവ് 24നോട് പറഞ്ഞു. കേൾവിക്ക് കുറച്ച് കുറവുണ്ട്, വെള്ളം കയറിക്കൂടാ, ചുമ വന്നൂടാ, പിന്നെ ജലദോഷം വന്നൂടാ. അങ്ങനത്തെ എല്ലാം വന്നാൽ പിന്നെ ചെവിയിൽ ഇങ്ങനെ വീക്കം വരും. വീക്കം വന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ആക്കേണ്ടി വരും. PTA പ്രസിഡന്റുമാരും അധ്യാപകരും വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവർ മാഷ ഭാഗത്ത് ഉണ്ടായ തെറ്റെന്ന് പറയുന്നു, സമ്മതിക്കുന്നു. എന്നിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് നമുക്ക് 1 ലക്ഷം റുപ്യ ഇപ്പോൾ ചികിത്സ സഹായമായിട്ട് തരാമെന്ന് പറയുന്നത്. ചെറിയ പ്രായമായതുകൊണ്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. പ്രജിൻ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച ഇതുണ്ടായതിന് ശേഷം അധ്യാപകരാരും തന്നെ രക്ഷിതാക്കളെ കാര്യം അറിയിച്ചില്ല. അതിനുശേഷം ഈ അഭിനവിൻ്റെ സഹോദരിയും ആ സ്കൂളിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് അസുഖമായി അമ്മ സ്കൂളിലേക്ക് പോയ സമയത്താണ് മറ്റൊരു വിദ്യാർത്ഥി കുട്ടിയെ മർദ്ദിച്ചു, അധ്യാപകൻ മർദ്ദിച്ചു എന്ന കാര്യം ഈ അമ്മയെ അറിയിക്കുന്നത്. അങ്ങനെയാണ് വീട്ടുകാർ ഈ സംഭവം അറിയുന്നത്. അതിനുശേഷം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടിക്ക് വേദന സഹിക്കാതായപ്പോഴാണ് ആശുപത്രിയിൽ കാണിച്ചത്. കുട്ടിയുടെ കർണപുടം തകർന്നിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കുട്ടിക്കൊരു സർജറി വേണമെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഈ രക്ഷിതാക്കൾക്ക് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി PTA ഭാരവാഹികളും അധ്യാപകരും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം 1 ലക്ഷം രൂപ ചികിത്സാ സഹായം എന്ന രീതിയിൽ വാഗ്ദാനം ചെയ്തു. കേസുമായി മുന്നോട്ട് പോകരുതെന്നും പ്രധാന അധ്യാപകന് ഒരു അബദ്ധം പറ്റിയതാണെന്നുമാണ് അധ്യാപകരുടെ വിശദീകരണം. അധ്യാപകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അധ്യാപകൻ പറയുന്നത് അസംബ്ലിയിൽ ഒതുങ്ങി നിൽക്കാത്തത് മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ്.